ഓക്കെ, നമ്മൾ പ്ലസ് ടു ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. അവസാനമായിട്ട് പഠിച്ചു നിർത്തിയത് വർക്ക് ഡൺ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എന്നൊരു കേസാണ്. ഡൈപോളിനെ ഇലക്ട്രിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എമൗണ്ട് ഓഫ് വർക്ക് ഡൺ അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് പൊട്ടൻഷ്യൽ എനർജി എങ്ങനെ കണ്ടെത്താം എന്നതാണ് അവസാനമായിട്ട് നമ്മൾ പറഞ്ഞത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ഉപകരണത്തെ കുറിച്ചാണ്, ഒരു ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ഒരു ഡിവൈസിനെ കുറിച്ചാണ്. ആ ഡിവൈസിന്റെ പേര് കപ്പാസിറ്റർ എന്നാണ്. കപ്പാസിറ്റർ 10ാം ക്ലാസ്സിലൊക്കെ നമ്മൾ കേട്ട ഒരു പേരാണ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. കപ്പാസിറ്റർ നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. കപ്പാസിറ്റേഴ്സിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് കപ്പാസിറ്റേഴ്സിനെ കാണിക്കുന്നത് അല്ലേ. അപ്പൊ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? കപ്പാസിറ്റർ ഈസ് എ ഡിവൈസ് വിച്ച് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ഇലക്ട്രിക്കൽ എനർജി. ഇലക്ട്രിക്കൽ എനർജി സ്റ്റോർ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് അല്ലെങ്കിൽ ഒരു ഡിവൈസ് ആണ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ. ഇലക്ട്രിക്കൽ എനർജി ചാർജിനെ സംഭരിക്കാനായിട്ട്, ചാർജിനെ സ്റ്റോർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് കപ്പാസിറ്റർ. ഈ കപ്പാസിറ്ററിന് ഒരു എബിലിറ്റി ഉണ്ട്. എന്തിനു വേണ്ടി? ചാർജിനെ ഇങ്ങനെ സ്റ്റോർ ചെയ്യാൻ ഒരു എബിലിറ്റി ഉണ്ട്. ഇതിന് വിളിക്കുന്ന പേരാണ് കപ്പാസിറ്റൻസ്. അപ്പൊ കപ്പാസിറ്റർ ഒരു ഡിവൈസ് ആണ്. ആ ഡിവൈസിന് ചാർജിനെ സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു കഴിവുണ്ട്. അതിന് വിളിക്കുന്ന പേരാണ് കപ്പാസിറ്റൻസ്. കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കുന്നതിനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് ചാർജ് ബൈ പൊട്ടൻഷ്യൽ ആണ്. കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ചാർജ് ബൈ പൊട്ടൻഷ്യൽ ആണ്. അപ്പൊ കപ്പാസിറ്റൻസ് C സമം ചാർജ് Q ബൈ പൊട്ടൻഷ്യൽ എന്ന് എഴുതാം, V എന്ന് എഴുതാം. Q ബൈ V എന്നതാണ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പഠിച്ചു വെച്ചത്. അതുപോലെ കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ഫാരഡ് ആണ്. കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ഫാരഡ് ആണ്. ഫാരഡ് ഈസ് ദ യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസ്. ഇനി ഡയമെൻഷൻ, കപ്പാസിറ്റൻസിന്റെ ഡയമെൻഷൻ നമുക്ക് ഇതിൽ നിന്ന് തന്നെ കണ്ടെത്താൻ പറ്റില്ലേ. ചാർജിന്റെ ഡയമെൻഷനും പൊട്ടൻഷ്യലിന്റെ ഡയമെൻഷനും അറിയാമെങ്കിൽ ചാർജിന്റെ ഡയമെൻഷനെ പൊട്ടൻഷ്യലിന്റെ ഡയമെൻഷൻ കൊണ്ട് ഹരിക്കുമ്പോൾ, ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കപ്പാസിറ്റൻസിന്റെ എന്ത് കിട്ടും? ഡയമെൻഷൻ കിട്ടും അല്ലേ. അപ്പൊ അവിടെ ഡൗട്ട് വരാം, പൊട്ടൻഷ്യലിന്റെ ഡയമെൻഷൻ എങ്ങനെ കണ്ടെത്തും? അത് ഞാൻ ആദ്യ ക്ലാസ്സുകളിൽ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ പഠിച്ച സെക്ഷനിൽ നമ്മൾ പറഞ്ഞതാണ് പൊട്ടൻഷ്യലിന്റെ ഡയമെൻഷൻ എങ്ങനെ കണ്ടെത്താം. അപ്പൊ ചാർജിന്റെയും പൊട്ടൻഷ്യലിന്റെയും അല്ലെങ്കിൽ ചാർജിന്റെയും വോൾട്ടേജിന്റെയും ഡയമെൻഷൻ അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കപ്പാസിറ്റൻസിന്റെ ഡയമെൻഷൻ കണ്ടെത്താൻ പറ്റും. എൻട്രൻസ് എക്സാമിനൊക്കെ തന്നെ താഴെ തന്നിരിക്കുന്നവയിൽ ഡയമെൻഷൻ ഏതാണ്, കപ്പാസിറ്റൻസിന്റെ ഡയമെൻഷൻ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? സ്വന്തമായിട്ട് കണ്ടെത്തുക. Q എന്ന് പറഞ്ഞ ചാർജ് ആണ്. ചാർജിന്റെ ഡയമെൻഷൻ 80 ആണല്ലേ. അതുപോലെ പൊട്ടൻഷ്യലിന്റെ ഡയമെൻഷൻ വർക്ക് ബൈ ചാർജ് ആണ്. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ചാർജ് ആണ്. അപ്പൊ അത് ചെയ്ത് എന്ത് ചെയ്യുക? പൊട്ടൻഷ്യലിനെ കണ്ടെത്തുക. എന്നിട്ട് ചാർജിന്റെ ഡയമെൻഷനെ പൊട്ടൻഷ്യലിന്റെ ഡയമെൻഷൻ കൊണ്ട് ഹരിക്കുമ്പോൾ, ഡിവൈഡ് ചെയ്യുമ്പോൾ കപ്പാസിറ്റൻസിന്റെ എന്ത് കിട്ടും? ഡയമെൻഷൻ കിട്ടും. അപ്പോൾ കപ്പാസിറ്റർ എന്താണെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ കപ്പാസിറ്റൻസ് എന്താണെന്ന് മനസ്സിലായി. ഇനി ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഇങ്ങോട്ട് നോക്കുക. നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഇതൊരു പ്ലേറ്റ് ആണ്. ഇതൊരു പ്ലേറ്റ് ആണെന്ന് നിങ്ങൾ കരുതുക. പോസിറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റ് ആണ്. പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു പ്ലേറ്റ് ഞാൻ എന്ത് ചെയ്തു? കൺസിഡർ ചെയ്തു. ഇതിന്റെ സമീപത്തേക്ക് ചാർജ് ഇല്ലാത്ത ഒരു പ്ലേറ്റിനെ ഞാൻ എന്ത് ചെയ്തു? ചാർജ് ഇല്ലാത്ത ഒരു പ്ലേറ്റിനെ ഞാൻ എന്ത് ചെയ്തു? കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവരുമ്പോൾ എന്ത് സംഭവിക്കൂടെ? ഇത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയതുകൊണ്ട് തന്നെ കൊണ്ടുവരുന്ന സമയത്ത് ഇവിടെ എന്ത് ചാർജ് അക്യുമുലേറ്റ് ചെയ്യപ്പെടും? നെഗറ്റീവ് ചാർജസ് അക്യുമുലേറ്റ് ചെയ്യപ്പെടും. നെഗറ്റീവ് ചാർജസ് അക്യുമുലേറ്റ് ചെയ്യപ്പെടും. ഈ എൻഡിൽ എന്ത് ചാർജ് ആയിരിക്കും? പോസിറ്റീവ് ചാർജ് ആയിരിക്കും അക്യുമുലേറ്റ് ചെയ്യപ്പെടുന്നത് അല്ലേ. പോസിറ്റീവ് ചാർജ് അക്യുമുലേറ്റ് ചെയ്യും. ഓക്കേ, ഇങ്ങനെ പൊട്ടൻഷ്യൽ ഉള്ള, ചാർജ് ഉള്ള ഒരു പ്ലേറ്റിന് സമീപത്തേക്ക് മറ്റൊരു പ്ലേറ്റിനെ കൊണ്ടുവന്നപ്പോൾ ഇതിലും ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടു. ഇതിന്റെ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യാൻ തുടങ്ങി? കുറയാൻ തുടങ്ങി. ഇനി ഈ പറഞ്ഞ പോസിറ്റീവ് ചാർജിനെ ഞാൻ എന്ത് ചെയ്തത്? എർത്ത് ചെയ്തു എന്ന് കരുതുക. പോസിറ്റീവ് ചാർജിനെ ഞാൻ എന്ത് ചെയ്തു? എർത്ത് ചെയ്തു. എർത്ത് ചെയ്താൽ എന്ത് ചെയ്യും? പോസിറ്റീവ് ചാർജ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകും, എർത്തിലേക്ക് പോകും. അപ്പൊ വീണ്ടും ഈ നെഗറ്റീവ് ചാർജ് കാരണം ഇവിടെ എന്ത് ചെയ്യും? പൊട്ടൻഷ്യൽ കുറയും, ഡിക്രീസ് ചെയ്തു വരും. അങ്ങനെ പൊട്ടൻഷ്യൽ കുറഞ്ഞാൽ കപ്പാസിറ്റൻസ് എന്ത് ചെയ്യും? ചാർജിനെ സ്റ്റോർ ചെയ്യാനുള്ള എബിലിറ്റി കൂടും. ഇതാണ് ഒരു കപ്പാസിറ്ററിന്റെ ജനറൽ ആയിട്ടുള്ള ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ആ വർക്കിംഗ് രീതി എന്ന് പറഞ്ഞത്. അപ്പൊ ഇനി ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഈ കപ്പാസിറ്ററിൽ തന്നെ ഒരുപാട് ടൈപ്പിൽ കപ്പാസിറ്റേഴ്സ് ഉണ്ട്. സ്പെറിക്കൽ കപ്പാസിറ്റേഴ്സ്, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റേഴ്സ്, സിലിണ്ടറിക്കൽ കപ്പാസിറ്റേഴ്സ്, അങ്ങനെ പല ഷേപ്പിലും എന്തുണ്ട്? കപ്പാസിറ്റേഴ്സ് ഉണ്ട്.
അതിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റേഴ്സിനെ കുറിച്ചാണ്. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റേഴ്സ്. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റേഴ്സ്. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റേഴ്സ്. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ രണ്ട് പാരലൽ പ്ലേറ്റുകൾ, ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ ഒരു പ്ലേറ്റ് ഇതാണ്, രണ്ട് പാരലൽ പ്ലേറ്റുകൾ ഒരു പ്രത്യേക ഡിസ്റ്റൻസിൽ കൊണ്ടുവന്നാൽ അത് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആയി മാറും. രണ്ട് പ്ലേറ്റുകൾ ഒരു പ്രത്യേക ഡിസ്റ്റൻസിൽ അറേഞ്ച് ചെയ്ത് വെച്ചാൽ അത് എന്തായി മാറും? പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആയിട്ട് മാറും. ഈ രണ്ട് പ്ലേറ്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസിനെ ഞാൻ സ്മാൾ ലെറ്റർ d കൊണ്ടും ഈ പ്ലേറ്റുകളുടെ ഏരിയ a കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. അപ്പൊ a എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദ പ്ലേറ്റ് ആണ്, ഏരിയ ഓഫ് ദ പ്ലേറ്റ് ആണ്. അതുപോലെ തന്നെ d എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ് ആണ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. അപ്പൊ പ്ലേറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെ d എന്നും ഏരിയ a എന്ന് റെപ്രസെന്റ് ചെയ്യും. നിങ്ങൾക്കറിയാം ഇങ്ങനെ വെക്കുന്ന ഒരു മീഡിയം, രണ്ട് പ്ലേറ്റുകൾക്കിടയിൽ നമ്മൾ വെക്കുന്ന ഒരു മീഡിയം, അത് എയർ ആവാം വാട്ടർ ആവാം, അങ്ങനെ മീഡിയം ചേഞ്ച് ചെയ്ത് വരാം. അങ്ങനെ വെക്കുന്ന മീഡിയത്തെ ഡൈ ഇലക്ട്രിക് മീഡിയം എന്നറിയപ്പെടും. രണ്ട് പ്ലേറ്റുകൾക്കിടയിൽ വരുന്ന മീഡിയത്തെ ഡൈ ഇലക്ട്രിക് മീഡിയം എന്നറിയപ്പെടും. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഡൈ ഇലക്ട്രിക് മീഡിയം എയർ ആണെന്ന് കരുതുക. അപ്പോൾ പ്ലേറ്റുകൾക്കിടയിൽ വരുന്ന മീഡിയത്തെയാണ് എന്തെന്നറിയപ്പെടുന്നത്? ഡൈ ഇലക്ട്രിക് മീഡിയം എന്നറിയപ്പെടുന്നത്. അപ്പൊ പരീക്ഷയ്ക്ക് ഒരു ചോദ്യം വരാം, what are the components of parallel plate capacitor? Parallel plate കപ്പാസിറ്ററിന്റെ ഘടകങ്ങൾ, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൽ ഉൾക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്ലേറ്റുകളാണ്, മെറ്റൽ പ്ലേറ്റുകളും അതുപോലെ തന്നെ അവയ്ക്കിടയിൽ വെക്കുന്ന ഡൈഇലക്ട്രിക് മീഡിയവുമാണ് ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റേഴ്സിനുള്ളത്. അപ്പൊ മീഡിയത്തിന്റെ പേര് മറന്നു പോകരുത്. അങ്ങനെ വെക്കുന്ന മീഡിയത്തെയാണ് ഡൈ ഇലക്ട്രിക് മീഡിയം എന്ന് അറിയപ്പെടുന്നത്. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഇങ്ങനെ നിർമ്മിച്ചെടുത്ത പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന് ഒരു കപ്പാസിറ്റൻസ് ഉണ്ട്. ആ കപ്പാസിറ്റൻസ് എങ്ങനെ കണ്ടെത്താം? അപ്പോൾ കപ്പാസിറ്റൻസ് ഓഫ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, കപ്പാസിറ്റൻസ് ഓഫ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് എങ്ങനെ കണ്ടെത്താം? നമുക്കറിയാം കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ C എന്ന് പറഞ്ഞാൽ Q by V ആണെന്ന് അറിയാം. കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ ചാർജ് ബൈ പൊട്ടൻഷ്യൽ ആണെന്ന് അറിയാം. ഇനി നിങ്ങൾ ചാർജിനും പൊട്ടൻഷ്യലിനും ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് മറ്റൊരു കാര്യത്തെ ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യുക? കൊണ്ടുവരിക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്ലേറ്റിന്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ സിഗ്മ ആണെന്ന് എഴുതുക. അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് സർഫസ് ചാർജ് ഡെൻസിറ്റി. സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ അത് സിഗ്മയാണ്. അപ്പൊ സിഗ്മ കണ്ടെത്താനുള്ള ഫോർമുല ഞാൻ ആദ്യ ക്ലാസ്സുകളിൽ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. സിഗ്മ എന്ന് പറഞ്ഞാൽ ചാർജ് ബൈ ഏരിയ. ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത എമൗണ്ട് ഓഫ് ചാർജിനെയാണ് സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ആയിട്ട് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ Q എന്ന് എഴുതാം, സിഗ്മ എ എന്ന് എഴുതാം. Q സിഗ്മ എ. സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മയാണ്. സിഗ്മ എന്ന് പറഞ്ഞാൽ Q by A ആണ്. ഇതിൽ നിന്ന് Q എന്ന് പറഞ്ഞാൽ സിഗ്മ എ ആണ്. നോട്ടിക്കും. ഇനി നിങ്ങൾക്കറിയാം ആദ്യ ചാപ്റ്റർ വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ എന്ന സെക്ഷനിൽ ഞാൻ പഠിപ്പിച്ചിരുന്നു. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് dV by dr ആണ്, അല്ലെങ്കിൽ ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ബൈ ഡിസ്റ്റൻസ് ആണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇലക്ട്രിക് ഫീൽഡിനെ നമുക്ക് എന്തെന്ന് എഴുതാം? പൊട്ടൻഷ്യൽ ബൈ ഡിസ്റ്റൻസ് d എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ആരാണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഇൻടു ഡിസ്റ്റൻസ് എന്ന് എഴുതിക്കൂടി. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് പൊട്ടൻഷ്യൽ ബൈ ഡിസ്റ്റൻസ് ആണെങ്കിൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇൻടു ആരാണ്? ഡിസ്റ്റൻസ് ആണ്. ഡൗട്ട് ഇല്ല. അപ്പോൾ പൊട്ടൻഷ്യൽ ഇസ് ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡ് ഇൻടു എന്ന് എഴുതി ഡിസ്റ്റൻസ് എന്ന് എഴുതി. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇത് രണ്ട് പ്ലെയിൻ ഷീറ്റ് പോലെയല്ലേ ഈ പ്ലേറ്റ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ സിഗ്മ ബൈ 2 എപ്സിലോൺ നോട്ട് ആണ്. ഇവിടെ രണ്ട് ഷീറ്റ് ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ രണ്ട് പ്ലേറ്റുകൾ ഉള്ളത് കൊണ്ട് സിഗ്മ ബൈ എന്ത് എഴുതിയാൽ മതി? എപ്സിലോൺ നോട്ട് എഴുതിയാൽ മതി. സിഗ്മ ബൈ എപ്സിലോൺ നോട്ട്. ഇതെടുത്ത് അപ്ലൈ ചെയ്താൽ പൊട്ടൻഷ്യൽ V is equal to സിഗ്മ ബൈ എപ്സിലോൺ നോട്ട് ഇൻടു എന്തെന്നായി? D എന്നായി. അപ്പൊ നോക്കിക്കേ, നമ്മള് കപ്പാസിറ്റൻസിലുള്ളത് Q ഉം V ഉം ആണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് Q-ന് നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവന്നത് സിഗ്മ A ആണ്. ഇനി പൊട്ടൻഷ്യലിനാണ് ഒരു മാറ്റം കൊണ്ടുവരേണ്ടത്. ആ മാറ്റത്തിന് വേണ്ടി നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ബൈ ഡിസ്റ്റൻസ് ആണെന്ന് എടുത്തു.
അതിൽ നിന്ന് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻടു ഡിസ്റ്റൻസ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ സിഗ്മ ബൈ എപ്സിലോൺ നോട്ട് ആണ്. കാര്യം പ്ലെയിൻ ഷീറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്ലെയിൻ ഷീറ്റിന്റെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ളത് ഗോസ്സ് തിയറം വെച്ച് നമ്മൾ ആദ്യ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തതാണ്. സിഗ്മ ബൈ 2 എപ്സിലോൺ നോട്ട് ആണ്. ഇവിടെ എങ്ങനെ വരും? സിഗ്മ ബൈ എപ്സിലോൺ നോട്ട് ആയിട്ട് രണ്ട് പ്ലേറ്റുകളുണ്ട്. അപ്പോ അങ്ങനെയാണെങ്കിൽ ഈ കാര്യം എടുത്ത് ഇവിടെ കൊടുക്കുമ്പോൾ കപ്പാസിറ്റൻസ് C സമം എങ്ങനെ എഴുതാറ്? കപ്പാസിറ്റൻസ് C സമം Q ബൈ V. Q എന്ന് പറഞ്ഞാൽ സിഗ്മ A ആണ് ബൈ V. V എന്ന് പറഞ്ഞാൽ സിഗ്മ ബൈ എപ്സിലോൺ നോട്ട് ഇൻടു ആരാണ്? D ആണ്. എന്ത് ചെയ്യണോടെ? ഡിവിഷൻ വന്നാൽ റെസിപ്രോക്കലി ഇത് മൾട്ടിപ്ലൈ ചെയ്യുക, അതാണ് റൂൾ. അപ്പോൾ കപ്പാസിറ്റൻസ് സമം സിഗ്മ A ഇൻടു എപ്സിലോൺ നോട്ട് ഡിവൈഡഡ് ബൈ സിഗ്മ ഇൻടു D. ഒരുപോലെ വരുന്നത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ക്യാൻസൽ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ സിഗ്മ ക്യാൻസൽ ചെയ്താൽ C സമം A എപ്സിലോൺ നോട്ട് ബൈ എന്ന് എഴുതാതെ D എന്ന് എഴുതാം. C സമം A എപ്സിലോൺ നോട്ട് ബൈ D എന്ന് പറഞ്ഞതാണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് കണ്ടെത്തുന്നതിനുള്ള ഫോർമുല. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് കണ്ടെത്തുന്നതിനുള്ള സമവാക്യമാണ് C സമം A എപ്സിലോൺ നോട്ട് ബൈ D. A എന്ന് പറഞ്ഞാൽ എന്താ? A എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദ പ്ലേറ്റ് ആണ്. D എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ് ആണ്. എപ്സിലോൺ നോട്ട് നിങ്ങൾക്ക് അറിയാം, അത് പെർമിറ്റിവിറ്റി ഓഫ് എന്താണ്? ഫ്രീ സ്പേസ് ആണ്. ഇവിടെ നമ്മൾ പറഞ്ഞത് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിനെ ബേസ് ചെയ്യുമ്പോൾ ഇവിടെ എടുത്ത ഡൈഇലക്ട്രിക് മീഡിയം എന്ന് പറഞ്ഞാൽ എയർ ആണ്. മറ്റൊരു മീഡിയം ഇതിലേക്ക് കടന്നു വന്നാൽ, വേറൊരു മീഡിയം ഇതിലേക്ക് വന്നു ചേർന്നാൽ, എയർ അല്ലാത്ത വാട്ടറിനെ പോലെ മറ്റൊരു മീഡിയം ഇതിലേക്ക് വന്നാൽ അവിടെ ഈ കപ്പാസിറ്റൻസിന്റെ വാല്യൂ C is equal to എന്ന് മാറും A എപ്സിലോൺ D എപ്സിലോൺ നോട്ട് ബൈ D ഇൻടു എന്താവും? K എന്നാവും. കാര്യം K യുടെ പേര് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്നാണ്. എയർ അല്ലാതെ മറ്റൊരു മീഡിയം ഇതിലേക്ക് വന്നാൽ അതിന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് കൊണ്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരുമെന്ന് ആലോചിച്ച് വെക്കുക, ശ്രദ്ധിക്കുക. ഇതാണ് പാരലൽ പ്ലേറ്റിന്റെ അല്ലെങ്കിൽ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഒരിക്കൽ കൂടെ പറയാം. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, രണ്ട് പ്ലേറ്റുകൾക്കിടയിൽ ഒരു മീഡിയം വന്നാൽ അതാണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് A എപ്സിലോൺ നോട്ട് ബൈ എന്ന് പറഞ്ഞാൽ D എന്ന് പറഞ്ഞാൽ, ഇനി എയർ അല്ലാതെ ഒരു മീഡിയമാണ് ഇതിനുള്ളിലേക്ക് വരുന്നത് എങ്കിൽ കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ A എപ്സിലോൺ നോട്ട് ബൈ D ഇൻടു ആ മീഡിയത്തിന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. ഇവിടെ മീഡിയത്തിന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റിനെ K ആയിട്ട് പരിഗണിച്ചാൽ A എപ്സിലോൺ നോട്ട് ബൈ D ഇൻടു എന്തായി മാറും? K ആയിട്ട് മാറും. ഇത്രയുമാണ് കപ്പാസിറ്റർ എന്താണെന്നും കപ്പാസിറ്റൻസ് എന്താണെന്നും. അതിൽ ആദ്യ കപ്പാസിറ്ററിന്റെ പേര് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്നാണ്. ഈ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് എങ്ങനെ കണ്ടെത്താമെന്ന്. ഇവിടെ മറ്റൊരു ചോദ്യമുണ്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു കാര്യം, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസിനെ ഡിപെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കും. What are the factors which depends on capacitance of the parallel plate capacitor? പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസിനെ ഡിപെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ആശ്രയിച്ച് വരുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഇക്വേഷനിൽ നോക്കുമ്പോൾ തന്നെ അറിയാം. അതിൽ ആദ്യം ഡിപെൻഡ് ചെയ്യുന്ന കാര്യം ഒന്ന് ഏതാണ്? ഏരിയ ഓഫ് ദ പ്ലേറ്റ് ആണ്. ഫസ്റ്റ് ഡിപെൻഡ് ചെയ്യുന്ന കാര്യം ഏരിയ ഓഫ് ദ പ്ലേറ്റ്. രണ്ടാമതായി ഡിപെൻഡ് ചെയ്യുന്ന കാര്യം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. മൂന്നാമതായി ഡിപെൻഡ് ചെയ്യുന്ന കാര്യം ഡൈഇലക്ട്രിക് മീഡിയം ഉണ്ട്, ആ മീഡിയത്തിന് ഒരു കോൺസ്റ്റന്റ് ഉണ്ട് അല്ലേ? അപ്പൊ അവിടെ വെക്കുന്ന ഡൈഇലക്ട്രിക് മീഡിയത്തെ ഡിപെൻഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഡൈഇലക്ട്രിക് മീഡിയം. ഈ മൂന്ന് കാര്യങ്ങളാണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസിനെ ആശ്രയിച്ച് വരുന്ന മൂന്ന് കാര്യങ്ങൾ. ഒന്ന് ഏരിയ ആണ്, രണ്ട് ഡിസ്റ്റൻസ് ആണ്, മൂന്ന് ഡൈഇലക്ട്രിക് മീഡിയം ആണ്. മീഡിയം മാറുന്നതിനനുസരിച്ച് ആ ഡൈഇലക്ട്രിക് മീഡിയത്തിന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റിന് വേരിയേഷൻ വരും. അങ്ങനെ കോൺസ്റ്റന്റിന് വേരിയേഷൻ വന്നാൽ കപ്പാസിറ്റൻസ് ചേഞ്ച് ചെയ്തു വരും. ഇത്രയുമാണ് കപ്പാസിറ്റർ. അപ്പൊ കപ്പാസിറ്റർ എന്താണെന്ന് നമ്മൾ നോക്കി. അതിൽ വരുന്നൊരു കപ്പാസിറ്ററിന്റെ പേരാണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് A എപ്സിലോൺ നോട്ട് ബൈ D എന്ന് പറഞ്ഞാൽ, ഒരു മീഡിയം എയർ അല്ലാതെ ഒരു മീഡിയമാണ് അവിടെ ഡൈഇലക്ട്രിക് മീഡിയമായി വരുന്നത് എങ്കിൽ A എപ്സിലോൺ നോട്ട് K ബൈ D എന്ന ഫോർമുലയിലേക്ക് മാറും. കപ്പാസിറ്റൻസിനെ ഡിപെൻഡ് ചെയ്യുന്ന മൂന്ന് ഫാക്ടർ ആണ് ഏരിയ, ഡിസ്റ്റൻസ്, ഡൈഇലക്ട്രിക്. ഓക്കെ, പിന്നെ ഇതിന്റെ ബാക്കി ക്ലാസ്സുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം?